ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 15,62,026 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ 15,62,026 വരെ 6,09,514 അപ്പറഞ്ഞതും പോയത്താ ഏതോ ക്വാളിറ്റിക്കാരെ എഴുതി തന്നത് വായിക്കുമ്പോ ഒന്ന് ചിന്തിക്കണോ, ലേശം കോമൺ സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണം. ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ, ആ പണി എടുത്താൽ മതി. ഈ പണി എടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് 4-മത്തെയോ 3-മത്തെയോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്, ബാക്കി പറയണില്ല. നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഇത്തരത്തിലുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുമ്പോ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങുമെന്ന് ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളെ നോക്കിയിട്ടല്ല ദീന് പറയേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ, ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ. പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. കുന്നംകുളം ഞാനുമായിട്ട് വഴിയുടെ ബന്ധമുള്ളൂ. തോന്നിയാസം പറയേ, ഒന്നുകൂടെ കേൾക്കോ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ. എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പിറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇത് ദീന് പറയാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്നാരും വിചാരിക്കണ്ട. 1000 കുതിരശക്തിയോടെ ഞാൻ മറുപടി പറയും. ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്നതിനടുത്ത് എനിക്കൊരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അതാ. റസൂലിനെ ആര് പറഞ്ഞാലും റസൂൽ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരും, കോപം വരും. അതേ ഇവിടെ സംഭവിക്കുള്ളൂ. തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. ഈ ആയത്ത് ആദ്യം കേൾക്കുന്നത് മഹാന്മാരായ സ്വഹാബത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയാ, ഉമറേ, നിങ്ങൾ അബൂബക്കറിനോട് സംസാരിക്കുന്ന പോലെ പോലും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയരുതെന്ന് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ ഉമറിനോട് സംസാരിക്കുന്ന പോലെ പോലും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കരുത്. സഹാബത്ത് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ മുന്നിൽ അവരിയ്ക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷിയുള്ളതുപോലെയായിരിക്കും. പക്ഷി പറന്നു പോവുകയില്ല. അവിടെ വന്നിരുന്നാൽ ഒരു നേരിയ ചലനമുണ്ടെങ്കിൽ പക്ഷി പറന്നു പോകും. പക്ഷി പോലും പറക്കാതെ ഇങ്ങനെ സാഗൂതം ഇരിക്കുമെന്നാണ് മഹാന്മാരായ സഹാബത്ത് ആ നബിയുടെ ചരിത്രത്തെ, പ്രവാചക മജ്ലിസിനെ വിശദീകരിച്ചത്. എന്താ കാരണം? ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ തഅദീബാണ്, അദബ് പഠിപ്പിക്കുകയാണ് അള്ളാഹു. റസൂലുള്ളാഹിയോട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അതൊരു സിമ്പലാണ്. നിങ്ങൾ അച്ചടക്കത്തോടെ, അദബോടെ, മര്യാദയോടുകൂടെ അവർക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകിക്കൊണ്ട് വേണം പെരുമാറാൻ. അല്ലെങ്കിലോ അൻതഹബതഅമാലിക്കും, നിങ്ങളുടെ അമല് പൊളിയും. സുബ്ഹാനല്ലാഹ്. തൗഹീദ് പറഞ്ഞിടത്ത് അല്ലാഹ്ക്ക് പകരം ഒരു ദൈവത്തെ വെച്ചാൽ അമല് പൊളിയുമെന്നാണ് പറഞ്ഞത്. നുബുവത്തിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രവാചകനുണ്ടെന്ന് വിശ്വസിക്കണ്ട. നുബുവത്തിന്റെ എന്തെങ്കിലും ഒരു സ്ഥാനം കുറച്ചു കാണണ്ട. റസൂലുള്ളാഹിക്ക് വിവരമില്ല എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. റസൂലുള്ള സാധാരണ മനുഷ്യരാണെന്ന് പറയണ്ട. റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ, അള്ളാഹിനെ പോലെ മറ്റൊരു ദൈവത്തെ വെച്ചാൽ ഉണ്ടാകുന്ന
അതേ ശിക്ഷ നൽകിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ താക്കീത് നൽകുന്നു, അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങൾ അതുവരെ ചെയ്ത പണി മുഴുവനും പൊളിഞ്ഞു പോകും. ഇത് ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കിയതല്ല, സമസ്തക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് മറിച്ചു നോക്ക്, അതിൽ കൃത്യമായി അള്ളാഹു പറഞ്ഞതാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മര്യാദയോടെ പെരുമാറുന്ന ആളുകൾ, ശബ്ദം താഴ്ത്തി അച്ചടക്കത്തോടെ വിനയത്തോടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനമൊക്കെ കൊടുത്ത് അവരോട് ഇടപഴകുന്ന ആളുകൾ, ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ കൽബിലെ തഖ്വ സ്ഥലം പിടിക്കൂ എന്ന് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കണ്ടോ, തൗഹീദ് ഇങ്ങനെ വാചാലായി പറയേണ്ടതാണ്, പക്ഷെ ആദ്യം തൗഹീദ് തിരിഞ്ഞിട്ട് വേണമെന്ന് മാത്രം. എന്നാൽ ഈ തഅലീം പറയുന്ന ഒരു വഹാബിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പറയണ്ടേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുമോ? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും അദബും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹളറത്തിന് നൽകുകയും ചെയ്യാതെ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് മരിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. ഇത് ഞങ്ങളെ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് ഒരു രോമത്തിന് പോർലേൽക്കാതെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ. അത് ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ രാഷ്ട്രീയമായി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മരിക്കോളേ ഉള്ളൂ. മരിച്ചാൽ സ്വർഗം വേണമെങ്കിൽ സമസ്തയുടെ ആദർശ പ്രചാരണം ഇവിടെ നിലനിൽക്കണം. നിങ്ങൾ തന്നെ പറയുക, ആരാണ് ഇവിടെ റിസാലത്തിന്റെ മഹത്വം പറയാറുള്ളത്? ഈ അർത്ഥത്തിലുള്ള തഅലീമിനെ സംബന്ധിച്ച് ആരാ പറയാറുള്ളത്? ഞാൻ ഈ പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആനല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അടുത്ത, ഏറ്റവും ആദരണീയനായ സഹാബി, അല്ലാഹുവിന്റെ റസൂൽ ഈ റിസാലത്തുമായി വന്ന അന്നു മുതൽ റസൂലുള്ളാഹിയെ ഒരു നിഴല് പോലെ പിന്തുടർന്ന മഹാനവർകൾ അല്ലേ? അതിലേറെ അവർക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ കിട്ടി. റസൂലുള്ളാഹി ഹിജ്റ പോകുമ്പോൾ ദിവസങ്ങളോളം ഗോർ സൗറിൽ അള്ളാഹിന്റെ റസൂലുമൊത്ത് ഒരുമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അത് വെറും ഒരു ഒളിവ് ജീവിതമായിരുന്നില്ല, അതൊരു തരം റിയാളയായിരുന്നു. മഹാന്മാരായ സൂഫിയത്ത് അതാണ് പറയുന്നത്. ആ ശക്തിയാണ് ബദറിന്റെ അന്നും റസൂലിനെ സഹായിക്കാൻ, റസൂലിന് കാവലായി ഒറ്റക്ക് നിൽക്കാൻ സിദ്ദീഖിന് ധൈര്യം കൊടുത്തത്. ആ സിദ്ദീഖിന്റെ ധൈര്യം തന്നെയാണ് എല്ലാവരും പതറിയപ്പോൾ റസൂലുള്ളാഹി വഫാത്തായ രംഗത്തും ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ സിദ്ദീഖിനെ സഹായിച്ചത്. ആ 3 ദിവസത്തെ ഒരു പ്രത്യേകമായ തർബിയത്താണ്. ആരിഫീങ്ങൾ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കബീലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് തീർക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരാൻ അല്പം വൈകി. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, റസൂലുള്ളാഹി എത്തിയിട്ടില്ല, നമ്മൾ ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് വെച്ചു. നിങ്ങൾ നിസ്കരിക്കുമെന്ന് ചോദിച്ചു. ആ നിസ്കരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം കൈകെട്ടി, ഇഖാമത്ത് കൊടുത്തു, നിസ്കരിക്കാൻ കൈകെട്ടി. അധികം താമസിക്കാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കൈകെട്ടി. അധികം താമസിച്ചിട്ടില്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നു. റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹി തിരിച്ചു വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊട്ടി. റസൂലുള്ളാഹി സഫിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറാൻ പറ്റുമോ? അതൊക്കെ വേറെ മസല. അതിന്റെ പേരാണ് ഹാല് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പറയുന്നത്. അവിടെ ചോദ്യോത്തരല്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല, പിന്നോട്ട് മാറുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, മക്കാനക, നിങ്ങൾ കൈകെട്ടിയതല്ലേ, നിങ്ങൾ അവിടെ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചോളൂ. മക്കാനക്,
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകുന്നു. പക്ഷെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പിന്നോട്ട് മാറുകയാണ്. ആ പറഞ്ഞത് കേൾക്കാതെ പിന്നോട്ട് മാറി റസൂലുള്ള മുന്നിലേക്ക് നിന്നു, സിദ്ദീഖുൽ അക്ബർ പിന്നിലേക്ക് നിന്നു. മഹാന്മാരായ സഹാബത്ത് അവരുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇദാനാബക്കും ഷൈഉൻ ഫിസ്സലാ, നിസ്കാരത്തിൽ എന്തെങ്കിലും കാര്യം ഇമാമിനെ അറിയിക്കേണ്ടി വന്നാൽ കൈമുട്ടുകയല്ല വേണ്ടത്, തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് അറിയില്ലായിരുന്നു. ഇന്നമ തസ്ഫീഖു ലിന്നിസാ, പെണ്ണുങ്ങളാണ് കൈമുട്ടേണ്ടത്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മാലക യാ അബൂബക്കർ, അബൂബക്കറെ, നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സമയത്ത് മഹാനായ സിദ്ദീഖ് പറഞ്ഞൊരു മറുപടിയുണ്ട് സഹോദരന്മാരെ. സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ടുന്ന ആ വാക്ക്, അതാണ് ഈമാനിന്റെ മിഅ്യാർ. ഈമാനിന്റെ മിഅ്യാറാണത്. ഈ ഉമ്മത്തിലെ അല്ല, മുഴുവൻ ഉമ്മത്തിലെയും അംബിയാഇനെ കഴിച്ചാൽ ഏറ്റവും എല്ലാ അർത്ഥത്തിലും അഫ്ളലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു വാക്ക്, അതിൽ നിന്ന് മനസ്സിലാക്കാം ആരായിരുന്നു സിദ്ദീഖ് എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ലാ യംബഗി ലിബ്നി അബി ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ റസൂലേ, അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ കാല് കൂടില്ല നബിയേ, എന്റെ മനസ്സനുവദിച്ചില്ല നബിയേ എന്നായിരുന്നു മറുപടി.